ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. രാത്രി പൗർണമി പുരത്തിൽ നയന ഫോണിലൂടെ സ്വർണയോട് സംസാരിക്കുകയായിരുന്നു. ജ്യോതി നയനയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ജ്യോതി സ്വയമേ പറഞ്ഞു, നയന ആരോട് സംസാരിക്കുകയാണല്ലോ. നയന ഫോണിലൂടെ സംസാരിക്കുന്നത് ജ്യോതി കേൾക്കുകയായിരുന്നു. അപ്പോൾ നയന പറഞ്ഞു, സ്വർണേ, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി തുടങ്ങുകയും നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ആ രാജശേഖരനാണ്. അപ്പോൾ ജ്യോതി പറഞ്ഞു, രാജശേഖരൻ ഞങ്ങളോ? എന്താണ് ഇവരുടെ ലക്ഷ്യം? അപ്പോൾ നയന ഫോണിലൂടെ പറഞ്ഞു, രാജശേഖരൻ ജോലിക്ക് പോയി തിരിച്ചു വരുന്നത് 7 മണിക്കാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാജശേഖരൻ ഒറ്റക്കാണ് വരുന്നത്. അതുകൊണ്ട് ആ സമയം നമുക്ക് രാജശേഖരൻ ഇല്ലാതാക്കാൻ കഴിയും. സ്വർണേ, നാളെ രാത്രി നീ വനത്തിലുണ്ടാകണം. ശരി, ഞാൻ നാളെ നിന്നെ കാണാം. ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേട്ട ജ്യോതി മനസ്സിൽ പറഞ്ഞു, നയനയുടെ ലക്ഷ്യം എന്താ ശരിക്കും? നയൻ എന്തിനാ രാജശേഖരൻ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നത്? ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ കുടുംബത്തിനെ ഞാൻ തന്നെ രക്ഷിക്കും. എന്തായാലും ഈ നയൻ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അടുത്ത ദിവസം രാത്രി 7 മണി അടുത്തു. നയനയും സ്വർണയും വനത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ നയന സ്വർണയോട് പറഞ്ഞു, സ്വർണേ, രാജശേഖരൻ രാത്രി ഈ വഴി കൂടിയാണ് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വരുന്നത്. കുറച്ചു നേരത്തിന് ശേഷം രാജശേഖരൻ്റെ വണ്ടി നയനയും സ്വർണയും കാണുന്നു. അപ്പോൾ നയന പറഞ്ഞു, ആ, ഇത് രാജശേഖരനാണ്. നമുക്ക് നമ്മുടെ പ്ലാൻ പോലെ മുന്നോട്ട് പോകാം. നയനയും സ്വർണയും അവളുടെ നാഗരൂപത്തിൽ രാജശേഖരൻ്റെ കാറിൻ്റെ മുന്നിൽ വന്നു. രാജശേഖരൻ കാറിൽ നിന്നും ഇറങ്ങിയോടി. നയനയും സ്വർണയും രാജശേഖരനെ പിന്തുടരുന്നു. അപ്പോൾ രാജശേഖരൻ ഒരു കല്ലിൽ തട്ടി നിലത്ത് വീഴുന്നു. ആ സമയത്ത് അന്ന് വന്ന 2 അസിസ്റ്റൻ്റ് ഡെഡ് ബോഡി രാജശേഖരൻ കാണുന്നു. ഇത് കണ്ട രാജശേഖരൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജ്യോതി അവിടേക്ക് വരുന്നു. ജ്യോതി സ്വയമേ പറഞ്ഞു, രാജശേഖരൻ ഞങ്ങൾ ആപത്താണല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും രാജശേഖരൻ ഞങ്ങളെ രക്ഷിച്ചിരിക്കും. ജ്യോതി ഒരു നാഗകന്യകയാകാൻ തുടങ്ങുന്നു. അപ്പോൾ ജ്യോതി പറഞ്ഞു, നയനെ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ വന്നു കഴിഞ്ഞു. നാളെ കാണൂ വാസുകിയിൽ ജ്യോതിയുടെയും നയനയുടെയും ഇടയിലെ യുദ്ധം തുടങ്ങുകയായി. കാണൂ ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് വാസുകി. നാളെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ. മറക്കാതെ കാണുക.